ചില യാത്രകൾ ട്രാവൽ ടു റീകോൾ, അത്തരത്തിലൊരു യാത്രയാണ് ഇത്. വാരാണസി, ഇന്ത്യയിലെ സ്പിരിച്വൽ ഡെസ്റ്റിനേഷൻ. ഞാൻ റീസെൻ്റ്ലി യാത്ര ചെയ്ത ഈ വാരാണസിയുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാരാണസിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി എയർപോർട്ടാണ് കേട്ടോ. നമ്മൾ ഷാർജയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഈ ഒരു സമയത്ത് എയർപോർട്ടിൽ ആരുമില്ല. വൈകിട്ട് ഏകദേശം 5:30 മണിയാണ്. ഈ സമയമാകുമ്പോൾ ഏകദേശം ഇരുട്ടായി. കാരണം നോർത്ത് ഇന്ത്യയിൽ ഏകദേശം വിൻ്റർ ആവുന്ന സമയത്ത് നമുക്കറിയാലോ, ഏർലി ആയിട്ട് സൂര്യൻ അസ്തമിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എക്സ്പ്ലോറൊക്കെ ചെയ്യുമ്പം നേരത്തെ പ്ലാൻ ചെയ്ത് നേരത്തെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ചെയ്യാറ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഏറ്റവും എളുപ്പം നമുക്ക് സിറ്റിയിലേക്ക് കണക്ട് ചെയ്യാൻ യൂബറാണ്. അപ്പോൾ നമ്മളെ ഫോണിൽ യൂബറിൻ്റെ ആപ്ലിക്കേഷൻ നമ്മളെ മൊബൈൽ നമ്പർ കണക്ട് ചെയ്യുക, വണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് ഇദ്ദേഹത്തിനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അപ്പം നമുക്കറിയാം UP അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ കുറച്ച് കാലങ്ങളായിട്ട് അവിടെയുള്ള നല്ല മാറ്റങ്ങളുണ്ടല്ലോ. അപ്പം നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് അവിടെ കാണാൻ പറ്റി. അപ്പോൾ എയർപോർട്ടിന് ശേഷം ഒരു 1 hour നമുക്ക് ആ ഒരു കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൻ്റെ അടുത്താണ് റൂം എടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് 1 hour യാത്ര ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇദ്ദേഹത്തോട് കുറേ വിശേഷങ്ങൾ ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, അവർക്കൊക്കെ ആ ടാക്സിന്നും കാര്യങ്ങളൊക്കെ നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു കംഫർട്ടബിൾ ലൈഫാണ് ഇവരൊക്കെ നയിക്കുന്നത്. ഇവരൊക്കെ സിറ്റിയിലല്ല, ഇവരൊക്കെ സിറ്റിയിൽ വന്ന് ജോലി ചെയ്യുക, ഗ്രാമങ്ങളിൽ പാർക്കുന്ന ആൾക്കാരാണ്, നമ്മൾ പണ്ട സിനിമയിൽ പറഞ്ഞ പോലെ. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ച്. പിന്നെ അദ്ദേഹം പറഞ്ഞു അയോധ്യയിലേക്കും ലക്നൗവിലേക്കൊക്കെ ഇവിടുന്ന് ടാക്സി കിട്ടും. ഏകദേശം 4-5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ അയോധ്യയിലെ രാമക്ഷേത്രം കാണാനും ലക്നൗ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ ഡേയാണ് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ബുക്ക് ചെയ്ത ഹോസ്റ്റലാണിത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ വാരാണസിയുടെ യാത്ര മൊത്തം ഒരൊറ്റ എപ്പിസോഡായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. കാരണം മുമ്പൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് എപ്പിസോഡ് ഉണ്ടാകുമ്പം കാണുന്ന ആൾക്കാർക്കും ബോറടിക്കും. അപ്പോൾ എൻ്റെ വാരാണസി യാത്ര ഒറ്റ എപ്പിസോഡിലാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഹോസ്റ്റലിൻ്റെ കാഴ്ച നമ്മളൊന്ന് കാണാം. ഹോസ്റ്റലിൽ നമ്മൾ നേരെ കയറി ചെല്ലുന്ന ഈ ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ, ഇതൊരു സെപ്പറേറ്റ് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഹോസ്റ്റലിൽ കാണപ്പെടുന്ന ഒരു റിസപ്ഷൻ. അവിടെ നമുക്ക് കുറച്ച് അപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു സ്പേസിൽ നമുക്ക് ഇരിക്കാൻ പറ്റും, നമുക്ക് ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ആളുകളെ പ്ലാൻ വെക്കാൻ പറ്റും. പിന്നെ അവിടെ ഇത്തരത്തിലൊരു നോട്ടീസ് ബോർഡ് കാണും. ഈ ബോർഡിൽ നമുക്ക് വാരാണസിയിലേക്ക് നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ല അട്രാക്ഷൻസ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആ ഒരു കാശി വിശ്വനാഥ് ക്ഷേത്രം, ഗംഗ ആരതി, അസി ഘാട്ട്, ഇവിടുത്തെ കുറേ ഘാട്ടുകളൊക്കെ ഉണ്ട്, നമുക്കതിലേക്ക് വരാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ അവിടെ കാണാനുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എത്ര ദിവസം നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, ഏകദേശം 2-3 ദിവസം കൊണ്ട് നമുക്ക് മൊത്തം വാരാണസി കണ്ടു തീർക്കാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഈ ഒരു ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം എപ്പോഴും പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകളായിരിക്കും കൂടുതലുണ്ടാവുക, അപ്പോൾ അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഹോസ്റ്റലിൻ്റെ കാഴ്ചകൾ നോക്കുമ്പോൾ ഈ ഒരു വരാന്തയിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണാനാണ് ഇവിടുത്തെ റൂമുകൾ. എനിക്ക് കിട്ടിയ ബെഡ് ആ കാണുന്ന ബെഡാണ്. 800 രൂപയാണ് എനിക്ക് ഇതിനായത് കേട്ടോ. ബജറ്റാണ്. അതേപോലെ തന്നെ ഒരു ലോക്കർ ഫെസിലിറ്റി ഉണ്ടാവും. നമുക്ക് ഈ ഒരു പ്രൈവസി നിങ്ങൾ കണ്ടില്ലേ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് വരാം. ഞാൻ രാവിലെ ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ അതാ പുറത്തിറങ്ങി നടക്കുകയാണ്. ഇന്ന് ഞാൻ പോകുന്നത് നേരെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമുക്കൊരിക്കലും സിറ്റിൻ്റെ അകത്ത് യൂബറിൽ നമുക്ക് കാറ് കിട്ടില്ല. ആ സമയത്ത് നമുക്ക് യൂബറിൻ്റെ ബൈക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓട്ടോറിക്ഷകൾ. ഇതെന്നോട് പറഞ്ഞു 100 രൂപയ്ക്ക് എന്നെ അതിൻ്റെ അടുത്ത് ഒരു മോളുണ്ട്, PVR മോള്. ആ ഒരു മോളിൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് അങ്ങോട്ട് നടക്കണം. കാരണം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പോകുന്നുള്ളൂ. കാരണം നല്ല ക്രൗഡ് ഉണ്ടാവും. അതുകൊണ്ട് ഈ ഓട്ടോയിൽ ഞാൻ കയറി. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും ഗൂഗിൾ പേ ആണ്. പക്ഷേ ഈ ഓട്ടോയിൽ ഗൂഗിൾ പേ എടുക്കില്ല. ചില സ്ഥലങ്ങൾ ഗൂഗിൾ പേ എടുക്കാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ ക്യാഷ് തന്നെ കയ്യിൽ കരുതണം. അപ്പോൾ ഇതാണ് ഈ പോകുന്ന വഴിക്കുള്ള സ്ട്രീറ്റിൻ്റെ വ്യൂസ് നിങ്ങൾ കണ്ടില്ലേ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത്രത്തോളം വൃത്തിയൊന്നും ഉണ്ടാവില്ല നോർത്ത് ഇന്ത്യയിലെ പല സ്ട്രീറ്റുകളും. പക്ഷേ മെയിനായിട്ട് ആളുകൾ വരുന്നത് അവിടുത്തെ ആ ഒരു സ്പിരിച്വാലിറ്റി, അവിടുത്തെ ആ ഒരു ഫീലാണ്. ആ ഒരു ഫീല് കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. അത് ഗംഗയുടെ തീരത്തുള്ള ആ ഒരു ഏരിയയിലേക്ക്. അസിഘട്ട് മുതൽ നമോഘട്ട് വരെ ഏകദേശം 8 കിലോമീറ്ററോളം സ്ഥലത്ത് ഗംഗയുടെ തീരത്ത് ചിതറിക്കിടക്കുന്ന ഒരു നഗരമാണ് വാരാണസി. ഈ നഗരത്തിന് ശരിക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇവിടെ എല്ലാ ദിവസവും കൊണ്ടുവന്ന് കത്തിക്കുന്ന ഓരോ ശവശരീരങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ട്. ആ ഒരു കഥ പറയുന്ന ഭാഗം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലോർഡ് ശിവയുടെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ റോഡിൻ്റെ സൈഡിലെ കാഴ്ചകൾ കണ്ടില്ലേ, നല്ല തിരക്കാണ്, ആളുകൾ എവിടെ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഗംഗാക്ക് തീരത്ത് വാരാണസിയിൽ നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഗംഗാരതിയാണ്. അതായത് 2 സമയത്ത് ആരതി ഉണ്ട്. ഒന്ന് രാവിലെ ഉണ്ട്, വൈകിട്ടുണ്ട്. വൈകിട്ട് 7 മണിക്കാണ് ആരതി. പക്ഷേ ഈ ഒരു കാഴ്ച വൈകിട്ട് 5:30 കാഴ്ചയാണ്. 5:30 തിരക്കാണ് നിങ്ങൾ കാണുന്നത്.
7 മണിക്കുള്ള ആരതിക്ക്. അപ്പോൾ ഈ ആരതി കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ആ കാണുന്ന ഭാഗത്ത് മൊത്തം സീറ്റ് പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഫ്രണ്ടിലുള്ള ഈ ബോട്ടിലും നിന്ന് നമുക്ക് ആരതി കാണാൻ പറ്റും. ആ ബോട്ടിൽ ശരിക്കും നമുക്ക് ആരതി കാണണമെങ്കിൽ ഏകദേശം 300 രൂപ നമ്മളവിടെ കൊടുക്കണം. സൈഡിൽ കുറേ വഴിയോടെ കച്ചവടക്കാരെ നമുക്ക് കാണാം, കുറേ സ്വാമിമാരെ കാണാം, കുറേ കള്ളസ്വാമിമാരുണ്ടാവും, കുറേ ആളുകൾ വന്ന് നമ്മളെ പൈസ തട്ടിക്കാൻ നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, നമ്മളെ ബിലോങ്ങിങ്സ്, എസ്പെഷ്യലി പേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഞാൻ എത്തിയ സമയം ശരിക്കും 5:30 ആയപ്പോഴും ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടും എനിക്കൊരു സ്പേസ് കിട്ടിയില്ല. അവസാനം ഈ കാഴ്ചകളെ കുറച്ചൊന്ന് ഒപ്പിയെടുത്തിട്ട് ഞാൻ തീരുമാനിച്ചു ആ ബോട്ടിൽ തന്നെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആരതിയുടെ പ്രിപ്പറേഷനൊക്കെ ഏകദേശം തുടങ്ങി. ആ പ്രിപ്പറേഷൻ നമ്മൾ കാണും കേട്ടോ. ഇത് ശരിക്കും ഗംഗാദേവിക്ക് ഇവർ തീ കൊണ്ടും പുഷ്പം കൊണ്ടും നടത്തുന്ന ഒരു അർച്ചന എന്ന് പറയും, ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ഇത്രയും ആളുകൾ, ഈ ഒരു ജനക്കൂട്ടം മൊത്തം ഇത് കാണാനാണ് നിൽക്കുന്നത്. അപ്പോൾ വാരാണസിയിൽ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. കാരണം ഇത്തരത്തിലുള്ള കാഴ്ചകൾ ചിലപ്പം ഈ ഒരു കാഴ്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ അത് അവിടെ പോയി അറ്റൻഡ് ചെയ്താണ് ആ ഫീൽ കിട്ടുള്ളൂ. ആളുകൾ അവരെ ഭക്തി കാരണം അവർ ഗംഗാനദിയിൽ ഈ ഒരു ദീപം നിങ്ങൾ ഒഴിക്കുന്നത് കണ്ടില്ലേ. അപ്പം ഇത്തരത്തിൽ ഈ ബോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. നോക്കി അങ്ങനെ ക്യാമറ കുറച്ച് സൂം ചെയ്തിട്ടാണ് ഇത് എടുത്തത്. എത്ര നന്നായി എനിക്കറിയില്ല. ഞാൻ ആ ഒരു ചടങ്ങിൻ്റെ വീഡിയോ ആണത്. ഈ ആരതി അസീഘട്ടിലും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ആരതി എത്രത്തോളം വലുപ്പമില്ല, എത്രത്തോളം ഒരു വലിയൊരു ആരതിയല്ല. അവിടുത്തെ ഓക്കെയാണ്. അതിൻ്റെ ചെറിയൊരു വീഡിയോ ഷൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു ആരതിയുടെ കാഴ്ചകൾ കഴിഞ്ഞു. ഈ ആരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുന്നത് ഹെവി ട്രാഫിക് ആയിരിക്കും. കാരണം നമ്മൾ വരുന്ന സമയത്ത് ആളുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു ഫുൾ തിരക്ക് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. വാരാണസിയിൽ ശരിക്ക് മസ്റ്റ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന ദശാശ്വമേധ് ഘാട്ട്, അതേപോലെ തന്നെ ഇവിടുത്തെ കാശി വിശ്വനാഥ ക്ഷേത്രം, പിന്നെ ആ ഒരു ബോട്ടില്ലേ അതിലൊരു നൈറ്റ് റൈഡ്, പിന്നെ ആ ഒരു ഗംഗാ തീരത്തിലൂടെ നമ്മൾ രാവിലെ ഒരു 6 മണിക്കൊക്കെ ഇറങ്ങി നടക്കുക, പിന്നെ അവിടുത്തെ കൾച്ചർ, പിന്നെ സർനാഥ് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഏകദേശം ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ നമ്മൾ പോകുന്ന കാഴ്ച നമുക്ക് കാണാം. അവിടെ ഒരു ബുദ്ധക്ഷേത്രമുണ്ട്. ഇതൊക്കെയാണ് വാരാണസിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2-3 ദിവസം കൊണ്ട് നമുക്ക് തീരാവുന്ന ഒരു കാര്യമുള്ളൂ ഈ ഒരു സിറ്റി. രാത്രിയായപ്പം കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങൾ കഴിച്ചു. മലായി ലഡു, മിൽക്ക് പേട, ഇതൊക്കെയാണ് അവിടുത്തെ ഫേമസ് സ്വീറ്റ്സ്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ആ ഒരു ആരതി മാത്രമേ ഉള്ളൂ അന്നത്തെ ഡേ ഞാൻ വൈൻഡപ്പ് ചെയ്തു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരുപാട് കാലമായി സോളോ ട്രാവൽ ചെയ്തിട്ട് അതിൻ്റേതായ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. കാരണം നമ്മളെപ്പോഴും സോളോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇനീഷ്യലി 1 to 2 ഡേയ്സ് ബോറിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഹോസ്റ്റലിലേക്ക് എത്തി ആളുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് തുടങ്ങുക. നോക്കാം, പതുക്കെ വഴിയെ സമയമുണ്ടല്ലോ. ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ല നാട്ടിലേക്കുള്ള, ഇതൊരു ഓപ്പൺ ട്രിപ്പായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോകാമെന്നുള്ള മൂഡാണ് ഈ സമയത്ത് ഞാൻ പിടിച്ചത്. അപ്പോൾ ഈ ഒരു കാണുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് രാവിലത്തെ ഒരു ഫുഡ് കിട്ടോ. ഈ റെസ്റ്റോറൻ്റ് അവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റാണ്. ബേസിക്കലി ഈ ട്രിപ്പിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്ന 2 പേര്, എൻ്റെ 2 ഫ്രണ്ട്സ് ആട്ടോ, സജു, അനീഷ്. ഇവർ 2 പേരും വാരാണസി മുമ്പ് വന്നതാണ്. അപ്പോൾ ഇവരെ എനിക്ക് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ തന്നെ ഈ ഹോസ്റ്റലിൻ്റെ പേര് റെക്കമെൻഡ് ചെയ്തൊക്കെ അവരാണ്. ഷജു എന്നോട് മസ്റ്റ് ട്രൈ ആയിട്ട് പറഞ്ഞ ഈ ലൗകുഷ് എന്ന ഹോട്ടലിലെ ഈ ഒരു റൊട്ടിയും ദാലും മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞു. അത് ഞാൻ കഴിച്ചു, ഒന്നും പറയില്ല. വാരാണസി പോവുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ദാലും ഈ റൊട്ടിയും കഴിച്ചേ പറ്റൂ. കാരണം ഞാൻ അത്രയും ടേസ്റ്റുള്ള ദാലേ വേറൊന്നും കഴിച്ചില്ല. നമുക്ക് വരുന്ന പരിചയപ്പെട്ടാലോ? Fifth 3. Okay. Your good name? My name is Krishna. Krishna. And you? My name is Ananya. Okay, where are you from? We are from Varanasi. You're from Varanasi itself. Yes. Okay, so you both are content creators or you work? We are content creators. Content creators. Okay. So nice to talk to you. Anyway, if you can collab me in my page. If Okay, you sure. can. Sure, Okay? Sure. Okay, bro. Okay, take care. Okay. 2 ബ്ലോഗേഴ്സാട്ടോ ഞാൻ അസീഘട്ടിലെത്തി. നമ്മൾ ആ ഒരു ഭക്ഷണം, ആ ഒരു ദാലും ആ ഫീൽ ഗുഡ് ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ അസീഘട്ടിലേക്ക് എത്തി. അപ്പോൾ അസീഘട്ടിലേക്ക് ഞാൻ വന്നത് യൂബർ ബൈക്ക് വിളിച്ചിട്ടാണ്. അപ്പോൾ അസീഘട്ട് വന്നപ്പോഴാണ് ഞാൻ ഈ 2 ആൾക്കാരെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവർ അവിടുത്തെ ഒരു വ്ളോഗേഴ്സാണ്. ഇവർ പല ആളുകളോടും ചോദിക്കുകയാണ്, വൈ യു ഡിസൈഡ് ടു കം വാരാണസി, എന്തുകൊണ്ട് നമ്മൾ വാരാണസി ഒരു ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മളൊരു ട്രാവൽ ഫോർ ഞാൻ ആദ്യം പറഞ്ഞ സെയിം കാര്യം, ട്രാവൽ ഫോർ എ റീസൺ. നമ്മൾ ട്രാവൽ ഫോർ എൻ്റർടൈൻമെൻറ്റ്. ഇവിടെ നിന്ന് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ല ഇവിടെ വരിക, ഒരു ഫീല്. നമ്മൾ പലപ്പോഴും ആൾക്കാർ പറയുമല്ലോ കാശിയിൽ പോയി നിൽക്കുക. അപ്പോൾ ആ ഒരു സ്ഥലത്തിന് ഒരു വശ്യത എന്ന് പറയില്ല, ഒരു ആകർഷണമുണ്ട്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞ ഡയലോഗ്, ആ സ്ഥലം വൃത്തിയൊന്നും ഉണ്ടാവില്ല, കാണാൻ അത്ര നീറ്റൊന്നും ഉണ്ടാവില്ല, കുറേ കച്ചറകൾ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ രാവിലെ മുതൽ ഒരു ഉച്ച വരെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആ ഗംഗാ തീരത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ
നമുക്ക് കിട്ടുന്ന ഫീല്, നമ്മൾ ആ സമയത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ശവശരീരങ്ങൾ, ആ ചിതയിൽ ആത്മാക്കൾ, അവർക്ക് പറയാനുള്ള സ്റ്റോറി, ഈ ഒരു ഗംഗാ തീരത്തിൻ്റെ ഈ ഒരു ആകാശം നിങ്ങൾ കണ്ടില്ലേ, എപ്പോഴും ഇത്തരത്തിലൊരു മൂടി പിടിച്ചൊരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ആ അസീഘട്ടിന്ന് ഞാൻ ഒരു ബോട്ടിൽ ആദ്യം നമുക്ക് 2 തരം ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് പ്രൈവറ്റ് ബോട്ട് ചെയ്യാം, പിന്നെ ഇത്തരത്തിലുള്ള ബോട്ടുകൾ വരാം. സേഫ്റ്റിയും കാര്യങ്ങളും നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യരുത്. എല്ലാവർക്കും ഒരു ജാക്കറ്റൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അസീഘട്ടിൽ നിന്ന് ഞാൻ അസീഘട്ട് വരെ പോയത് യൂബർ ബൈക്കിലാണ്. നേരെ വെച്ച് അസീഘട്ടിൽ നിന്ന് ഇനി ഞാൻ പോകുന്നത് നമ്മൾ ഇന്നലെ പോയ ദശാശ്വമേധ് ഘാട്ടില്ലേ, നമ്മൾ ഇന്നലെ ആരതി കണ്ടേ, അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ അടുത്താണ് മണികർണിക ഘാട്ടുള്ളത്. ഇവിടുത്തെ നമ്മൾ ഈ ഒരു വാരാണസിയിലെ ഇത്രയും ഘാട്ടുകളിൽ ഏറ്റവും ഫേമസ് ആയ ഘാട്ടാണ് മണികർണിക ഘാട്ട്. അതായത് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് 24/7 മൃതദേഹങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസണ് പഴമക്കാർ, അവിടെ ആൾക്കാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഘാട്ടിനൊരു ശാപമുണ്ട്. അത് കാരണം ഇവിടെ ഈ വാരാണസി നമ്മൾ ഈ കാണുന്ന ഗംഗാനദിയിലെ, ഈ ഗംഗാനദിയിൽ പ്രളയം വന്ന് വെള്ളം കംപ്ലീറ്റ് കയറി അത്രയും ഒരു ഹെവി പേമാരിയുടെ സമയത്ത് വരെ അവിടെ ആ ഒരു ശവം കത്തിക്കൽ അവർ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കേസ് കാരണമാണ് അവിടെ ശവം കത്തിക്കൽ നിർത്താൻ പാടില്ല. ഈ ഒരു കാണുന്നൊക്കെ ചെറിയ ചെറിയ ഘാട്ടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏകദേശം 80ഓളം ഘാട്ടുകൾ നമുക്ക് വാരാണസി കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു മസ്റ്റ് ചെയ്യേണ്ട കാര്യമായിട്ടത് ഈ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയുള്ള ഗംഗാ തീരത്തുള്ള ബോട്ട് റൈഡ്. നമുക്ക് ആ സമയത്ത് ഒരു നല്ല ഫോട്ടോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല. നമുക്ക് ആ ഒരു ബോട്ട്, ആ ഗംഗാ തീരത്തുള്ള ആ ഒരു കാറ്റ്, പിന്നെ നമ്മൾ ആ സൈഡിൽ കാണുന്ന ആ ഒരു ശവശരീരങ്ങളെ കത്തിക്കൽ, അവരായിട്ടുള്ള കണക്ഷൻസ്, ഇതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ട് റൈഡ് കഴിഞ്ഞ് നമ്മളിതാ മണികർണിക ഘാട്ടിലെത്തി. മണികർണിക ഘാട്ട് എന്ന് പറയുമ്പം നിങ്ങൾ ഈ ഒരു വൃത്തിഹീനമായ ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. കാരണം ഇതാണ് മണികർണിക ഘാട്ട്. ഇവിടെ മനുഷ്യന് ഒരു വിലയും നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യ ഇത്രേ ഉള്ളൂ നീ എന്നൊരർത്ഥം ഉണ്ടല്ലോ. അതായത് നമ്മൾ ആ സൈഡിൽ കാണുന്ന കാഴ്ച നമ്മൾ ജസ്റ്റ് നോക്കി, പട്ടികളുണ്ടാവും, പശുക്കളുണ്ടാവും, മാലകൾ, വിറകുകൾ. ഇതിൽ പണക്കാരനുണ്ടാവും, പാവപ്പെട്ടവനുണ്ടാവും. പണക്കാരന് ഒരുപാട് വിറകുകളുണ്ടാവും, പാവപ്പെട്ടവന് വളരെ കുറച്ച് വിറകുണ്ടാവുള്ളൂ. ഇത്തരത്തിൽ എരിഞ്ഞു തീരുന്ന ശവശരീരങ്ങൾ ദിവസം 100ഉം 200ഉം ആൾക്കാരാണ്. നമ്മൾ സാധാരണ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? ഇത്തരത്തിൽ ഒരു 50ഓളം മരണ വീടുകളിലെ കാഴ്ചകൾ, ഇത്തരത്തിൽ ഈ ഒരു മരിച്ച ആളുകളെ ബന്ധുക്കൾ, അവരെ വിഷമങ്ങൾ, അവരെ ഫീലിങ്സ്, അവരെ ഇമോഷണൽ കണക്ഷൻസ്, അതേപോലെ തന്നെ ഈ ഒരു ശവശരീരം കത്തിക്കുന്ന സമയത്ത് ആ ചിതയിലേന്ന് കേൾക്കുന്ന ശബ്ദം, ഇടയ്ക്ക് നമ്മുടെ ബോഡിയുടെ ശരീരത്തിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ അതിലേക്ക് കുത്തിയിടുന്ന കാഴ്ചകൾ, ശരിക്കും നമ്മൾ ഒരു സ്റ്റണ്ടായി നിൽക്കും, നമ്മൾ ഷോക്കായി നിൽക്കും. കാരണം ഈ ഒരു കാഴ്ചകൾ ഒരിക്കലും കണ്ടമാനം നേരം, ഒരുപാട് നേരത്തിലേക്ക് നോക്കി നിൽക്കാൻ പാടില്ല. നമ്മൾ അതിൽ ലോസ്റ്റായി പോകുമെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. കാരണം അത്തരത്തിൽ ഒരുപാട് പേര് സംഭവിച്ചിട്ടുമുണ്ട്, ഒരുപാട് പേര് വാരാണസിയിൽ നിന്ന് തിരിച്ച് വരാണ്ടിരുന്നിട്ടുണ്ട്. അപ്പം വാരാണസി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേറൊരു ഫീലാണ് ഇവിടുന്ന് വരുന്നത്. അങ്ങനെ ആ ഒരു കാഴ്ച ഞാനൊരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് വീഡിയോസ് എടുത്തു. അങ്ങനെ അവിടുന്ന് നടന്നിട്ട് ഈ ഒരു ഘാട്ട് നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു പുതിയ ഘാട്ടാട്ടോ, തുടങ്ങിയതാണ്. ഇവിടെ ശരിക്കും നല്ലൊരു ബോട്ട് സർവീസും കാര്യങ്ങളുണ്ട്. ലൈക്ക് ഒരു കുറച്ചും കൂടി മോഡേൺ ആയിട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. പക്ഷെ എന്നാലും ഒരു വൃത്തിഹീനമായ സാഹചര്യം. ആ ഒരു പുക നിങ്ങൾ വരുന്ന കണ്ടില്ലേ, അതൊക്കെ ആ മണികർണിക ഘാട്ടിൽ നിന്ന് വരുന്ന പുകയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു എൻട്രൻസ്. അങ്ങനെ ആ ഒരു കാഴ്ചകൾ കണ്ട് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഘാട്ടുകൾ കാണുക, ഗംഗാ തീരത്തൂടെ നടക്കുക, അവിടെയുള്ള ചെറിയ ഭക്ഷണങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കുക, പലതരം ആളുകളായിട്ട് കാണുക, ആ ആളുകളെ ലൈഫ് നോക്കുക. കാരണം നമ്മൾ ആംഗിളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള മറ്റുള്ള ആളുകൾ കാണുമ്പോൾ നമ്മളെ പ്രശ്നങ്ങളൊക്കെ നൈസായിട്ടാണ് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ്, അടുത്ത ദിവസം എനിക്കിന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടി. കാരണം നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പം ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേയുടെ ആ ഒരു ബോറടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്യുമല്ലോ. അത്തരത്തിൽ ഞാൻ കണക്ട് ചെയ്ത എൻ്റെ ഫ്രണ്ടാണ്, പേര് മാനുഷ് എന്നാണ്. അദ്ദേഹം ചെന്നൈയാണ്, അദ്ദേഹം ബേസ് കന്യാകുമാരിയാണ്. അപ്പോൾ അദ്ദേഹം ചെന്നൈയിലെ ഒരു ക്രിക്കറ്റ് പ്ലെയറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആ ഒരു ക്രിക്കറ്റിൻ്റെ കരിയർ ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ചെന്നൈ സെറ്റിലായത്. അങ്ങനെ മാനുഷിൻ്റെ കൂടെയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ 3rd ഡേ ഓഫ് വാരാണസി. നമ്മളിന്ന് പോകുന്ന സ്ഥലം സർനാഥ് ബുദ്ധക്ഷേത്രം. അപ്പോൾ തലേ ദിവസം രാത്രി ഇദ്ദേഹത്തെ കണക്ട് ചെയ്തു, അദ്ദേഹത്തിന് ഒരുപാട് സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ടു. അദ്ദേഹം ഒരുപാട് ക്രിക്കറ്റ് കളിച്ചതും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രകളും അദ്ദേഹം എന്നോട് പറഞ്ഞു. എൻ്റെ കുറേ അനുഭവങ്ങൾ അദ്ദേഹത്തിനും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യൂബറിൻ്റെ ഓട്ടോ എടുത്തത്. ഏകദേശം 80 to 100 രൂപ വരും നമുക്ക് സർനാഥിലെത്താൻ. നമുക്കൊരിക്കലും സിറ്റിൻ്റെ അകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂബറിൻ്റെ കാറ് കിട്ടില്ല. നമുക്ക് എയർപോർട്ട് പോകാൻ കിട്ടും, നേരെ സിറ്റിൻ്റെ അകത്ത് കിട്ടില്ല. കാരണം കാർ എനിക്ക് തോന്നുന്നു ഓടിയാൽ മുതലാവും തോന്നുന്നില്ല. പക്ഷേ ഓട്ടോറിക്ഷ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടായിരുന്നു, അതിലായിരിക്കാനും കാര്യങ്ങളും വലിയ കുഴപ്പമൊന്നുമില്ല, പുതിയ ഓട്ടോറിക്ഷ ആയതുകൊണ്ട്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ 45 to 1 hour ജേണി ഉണ്ടാവും സർനാഥിലേക്ക്. അങ്ങനെ ആ ദൂരം ഓടി ഞങ്ങൾ സർനാഥ് ക്ഷേത്രത്തിലെത്തി.
അപ്പോൾ മാനുഷും ഞാനും നോക്കി. ഇവിടെ നമുക്ക് ആദ്യം ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ബുദ്ധൻ്റെ ഒരുപാട് ലൈക്ക് BC നൂറ്റാണ്ടുമുള്ള ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും സർനാഥ്. വാരാണസി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസാണ്. അതായത് നമ്മുടെ ആ വാരാണസി കാശി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ആദ്യം ഇവിടുത്തെ എൻട്രി ടിക്കറ്റാണ്. നമുക്ക് ഇന്ത്യയിലും നേപ്പാളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഏറ്റവും വലിയ കാഴ്ചയാണ്. വിദേശികൾക്കും സ്വദേശികൾക്കും വേറെ വേറെ റേറ്റ്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമായിട്ടത്. 25 രൂപ നമുക്കും വിദേശിക്ക് 300 രൂപ. പക്ഷെ നമുക്ക് ഒരിക്കലും യൂറോപ്യൻ കൺട്രിയിൽ പോയാൽ അങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റുമോ എനിക്കറിയില്ല. അങ്ങനെ ടിക്കറ്റ് എടുത്തൊക്കെ ഒരു കോമഡിയാണ്. ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ റിസപ്ഷനിൽ പിന്നെ ഓൺലി ക്യാഷ് അല്ലേ? പക്ഷെ അയാൾ എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് very fast. അല്ലേ? ടക്ക് പിന്നെ അതിന് ഒരു QR കോഡും കിട്ടി. എന്താ അതിൽ എഴുതിയ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആർക്കിയോളജിക്കൽ ടിക്കറ്റ്. സർനാഥിൽ വരുന്ന വരെ എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു. ലോകത്തിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബുദ്ധ മത പൗരാണിക പ്രദേശം സർനാഥാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലൊക്കെ ബുദ്ധക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് ഉള്ളത് അറിയില്ലായിരുന്നു. അത് വാരാണസി എത്തുന്നതിന് മുമ്പ് എന്നോട് സജു പറഞ്ഞിരുന്നു ലൈക്ക് സർനാഥ് മസ്റ്റ് വിസിറ്റാണ്, അവിടെ ഒരുപാട് ചരിത്രമുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ലിറ്ററലി സമയമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇന്നൊരു ഈവനിങ് ഒരു മണിക്കൂറാണ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മിനിമം ഒരു 1 day സ്പെൻഡ് ചെയ്തിട്ട് കാണാനുള്ള ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും സർനാഥ് വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു 1 full day നിങ്ങൾ ഇവിടെ കൊടുക്കാൻ നിൽക്കുക. 5ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച 43 മീറ്റർ വരെയുള്ള സ്തൂപം സർനാഥിൻ്റെ ശരിക്കൊരു പ്രതീകമാണ്. ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യത്തെ ഉപദേശം നൽകിയ സ്ഥലമാണ്. ഇവിടുത്തെ മ്യൂസിയത്തിൽ നമുക്ക് അശോകസ്തംഭം കാണാൻ പറ്റും. അതേപോലെ തന്നെ ബുദ്ധൻ്റെ ശിഷ്യന്മാരെ കണ്ടുമുട്ടിയ സ്ഥലം, പിന്നെ തിബറ്റൻ ജപ്പാനീസ് ഒരുപാട് ക്ഷേത്രങ്ങൾ, ഒരുപാട് അന്താരാഷ്ട്ര ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഫീസിൻ്റെ കാര്യങ്ങൾ. പിന്നെ വാരാണസിയിൽ നിന്ന് നിങ്ങൾക്ക് എത്താനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടും, ഞങ്ങൾ വന്ന പോലെ ടാക്സി, അല്ലെങ്കിൽ നമുക്ക് ബസ് സർവീസും ഉണ്ട്. അപ്പോൾ സർനാഥ് സന്ദർശിക്കുന്ന സമയത്ത് ഗംഗാ തീരത്തുള്ള വാരാണസിയുടെ ആത്മീയ അന്തരീക്ഷം നമുക്ക് കിട്ടും. ബുദ്ധമതത്തിൻ്റെ ഉത്ഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈ പുണ്യസ്ഥലം ചരിത്രപ്രേമികൾക്കും ആത്മീയ തീർത്ഥാടകർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് സർനാഥ് നിങ്ങൾ മറക്കരുത്. ഇതൊരു മസ്റ്റ് വിസിറ്റാണ്. നേരെ മറിച്ച് എനിക്ക് ഉണ്ടായ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ സമയം കിട്ടിയില്ല. കാരണം ഞങ്ങൾക്ക് ആകെ 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് 6 മണി എന്നുള്ള സമയം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മ്യൂസിയം എല്ലാം അടച്ചു. പക്ഷേ ഇത് നമ്മൾ ചരിത്രം ഇഷ്ടപ്പെടുന്ന, ചരിത്രം അന്വേഷിച്ച് പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം സർനാഥ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലം തന്നെ കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നടന്നു. മ്യൂസിയം എന്തായാലും കാണാൻ പറ്റില്ല. അപ്പോൾ മാനുഷ് വീട്ടിലേക്കുള്ള കുറച്ച് ആൻറ്റിക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കടകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിലും നമ്മളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു സാധനങ്ങളാണ്. ഞാൻ പൊതുവേ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങാറില്ല കേട്ടോ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറില്ല. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ചെറിയൊരു വാക്ക് പോകണം. നമുക്കിനി കാണാനുള്ളത് ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരാളോട് തന്നെ ചോദിച്ച് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പല കാര്യങ്ങളെക്കുറിച്ചും ചരിത്രങ്ങളെക്കുറിച്ചും എനിക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ഒഴുക്കം മട്ടിൽ അങ്ങോട്ട് പോയി എനിക്ക് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യൂരിയോസിറ്റിയോട് കൂടി ഞാൻ ചിലപ്പം പിറ്റേ ദിവസം ഇവിടെ വന്നിരുന്നു. പക്ഷെ നാളെ ഇങ്ങോട്ട് വരാനുള്ള ഒരു ഫാക്ടർ എനിക്കില്ലായിരുന്നു. അതിൻ്റെ റീസൺ ചരിത്രത്തിൽ ഞാൻ അത്ര സ്പെഷ്യലല്ല. അത് ഓരോരുത്തർ ഓരോ ടൈപ്പ് ആയിരിക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്രീ ദിഗംബർ ജെയിൻ ടെമ്പിൾ, ഒരു ജൈന മതത്തിൻ്റെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ജൈനമതത്തിൻ്റെ ക്ഷേത്രം ഞങ്ങൾ ഏകദേശം ക്ലോസ് ചെയ്യാനായിരുന്നു. ഇതുള്ളത് നമ്മുടെ ആ സെയിം കോമ്പൗണ്ടിലാട്ടോ. ആ കോമ്പൗണ്ടിൽ മറ്റുള്ളൊരു ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്തുന്ന സമയമാകുമ്പോഴത്തേന് ഏകദേശം സൂര്യനൊക്കെ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ ഒരു കഥയായിരിക്കും. കാരണം എസ്പെഷ്യലി ഇവിടെ ഒരു ലൈറ്റ് തീരെ നമുക്ക് കിട്ടില്ല. ഓരോ യാത്രയിൽ നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഈ ക്ഷേത്രം ഈ ഭാഗങ്ങളൊക്കെ പരിപാലിക്കുന്ന ഒരാളാണ് ഇത്. ഇദ്ദേഹത്തിൻ്റെ കഥ പറയണ്ടാവില്ലേ, നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേട്ട് നോക്കിയാലോ. ഓക്കെ. बहुत बड़ा 5 एकड़ का बागवान है पूरा। ये कितना साल पुराना है इधर पूरा? ये बहुत पुराना है। कितना साल तक? 100 साल से पहले का है ये पूरा। मंदिर जब रोड नहीं था, मंदिर का जमीन है पूरा। ओके। जब रोड नहीं था, बाग था। ओके तब से। ओके। इधर पूरा ये जगह में सुबह से यानी कितना, यानी 4-5 घंटे के घूमने के लिए वो जगह है ना इधर पूरा? हाँ।
हम लोग बस 2 घंटा पहले इधर आया, वो काफ़ी नहीं है ना? बुद्ध मंदिर आपने देखा? हाँ देखा, बुद्ध मंदिर देख लिया? देखा, हाँ देख जहाँ लिया, 5 शिष्यों को उपदेश दिया है बुद्ध, वो भी देखा? वो भी देखा। अशोक स्तंभ देखा? नहीं वो नहीं देखा। म्यूजियम के अंदर है, नहीं म्यूजियम हम लोग नहीं गया। म्यूजियम आगे है। किधर से, इधर से राइट लेफ्ट? नहीं इस तरफ? हाँ हाँ, ओके वहाँ पे ऑनलाइन टिकट आपको लेना पड़ेगा। म्यूजियम का 5 रुपीज ओके। और जो स्तूपा है, खंडहर है, उसका 25। हाँ वो मैं हम लोग देखा। हाँ वो देख लिया हाँ, हाँ। जिसमें मेन अशोक स्तंभ रखा हुआ है, हाँ अशोक जो स्तंभ। 4 शेर वाला है, हम्म, वो अशोक सम्राट के समय का, वो शीशे के अंदर आपको पैक मिलेगा उसके अंदर, ओके ओके म्यूजियम के अंदर। हाँ ओके 5 रुपीज टिकट है। ओके ओके भैया, आपका नाम? अशोक कुमार पटेल। अशोक कुमार, ഓക്കെ നബീൽ മാനുഷ്, ഓക്കെ ഓക്കെ ഭയ്യ മിലേഗ. അങ്ങനെ അദ്ദേഹത്തിനോട് നല്ലൊരു ബായൊക്കെ പറഞ്ഞ്, നമുക്കറിയാലോ നമ്മൾ ഇത്തരത്തിലുള്ള യാത്രകളിൽ നമ്മൾ ഓരോ ആൾക്കാരെ പരിചയപ്പെടും, പക്ഷെ അവരെ നമ്മൾ ചിലപ്പോൾ ലൈഫിൽ ഇനി ഒരിക്കലും പോലും കണ്ടെന്ന് വരില്ല, പക്ഷേ ഒരു ചെറിയൊരു സിഗ്നേച്ചർ, എവിടെയോ ഒരു ഫീൽ ഗുഡ്, അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് തരുമല്ലോ. അതാണല്ലോ യാത്ര. അങ്ങനെ നമ്മൾ ഓരോ ആളുകളെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൾച്ചർ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, അദ്ദേഹത്തിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുക. ഈ ഒരു ഓട്ടോക്കാരന് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് നോക്കി യൂബറിന് ടാക്സി കിട്ടുമെന്ന് കിട്ടിയില്ല, അങ്ങനെ ഈ ഓട്ടോ കിട്ടി. പക്ഷേ ഈ ഓട്ടോ കംഫർട്ടബിളാണ്, അടിപൊളിയാണ്. നേരത്തെ പോയ ഓട്ടോനേക്കാളും നല്ല കംഫർട്ടായിരുന്നു. 2024 മോഡലാണ്, ഏകദേശം 1.5 ലക്ഷം രൂപ, 1.5-2 ലക്ഷം രൂപ എങ്ങാണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. അപ്പം തിരിച്ചുള്ള യാത്രയിൽ ഞാനും മാനുഷും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അവൻ്റെ ഭാവി പ്ലാനുകൾ, അവൻ്റെ കരിയർ, ക്രിക്കറ്റ് കരിയർ. ഞാൻ എൻ്റെ അടുത്ത യാത്രയിലേക്ക് എൻ്റെ ടിക്കറ്റ് ഞാൻ സോഫാർ ബുക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടില്ലേ, ആദ്യ ദിവസം നമ്മൾ വന്ന സ്ഥലം, നമ്മുടെ ഗംഗാരതി, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോൾ മാനുഷ് ഇവിടെ ഓൾറെഡി കണ്ടതാണ്, ഞാനും കണ്ടതാണ്. പക്ഷെ നമുക്കിവിടെ ബേസിക്കലി 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ആകെ നമുക്ക് ചെയ്യാനുള്ളത് ആ ഗംഗാ തീരത്തുകൂടെ നടക്കുക, ഈ ഘാട്ടുകൾ വിസിറ്റ് ചെയ്യുക. ഞങ്ങൾ വീണ്ടും മണികർണിക ഘാട്ടിലെത്തി. ഈ ആൾ പെരിന്തൽമണ്ണയെ ജോലി കേട്ടോ, അദ്ദേഹത്തിൻ്റെ യാദൃശ്ചികമായിട്ട് അവിടെ നിന്ന് കണ്ടാണ്. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് മരിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങോട്ട് വന്ന ശവം തെപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാഴ്ചകൾ മണികർണിക ഘാട്ടിൽ വീണ്ടും കണ്ടു. അങ്ങനെ ഞങ്ങൾ അസീഘട്ടിലേക്ക് ബോട്ടിൽ പോവാണ്. അവിടെ നിന്നൊരു ആരതി നടക്കുന്നുണ്ട്, ആ ആരതി കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. ഇപ്പോൾ നമ്മൾ നിൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവല്ലേ? എവിടേക്ക്? അസീഘട്ടിലേക്ക്. ഓക്കെ. എല്ലാവരും ഇവിടെ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഹരഹർ മഹാദേവ് പറയും. ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ബോട്ട് എത്തുന്ന സമയത്തൊക്കെ എല്ലാ ഒരു സംഗതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അവർ ഹരഹർ മഹാദേവ് പറയും. ഇതിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നുമില്ല, ജാക്കറ്റ് ഇല്ല, ഒന്നുമില്ല. ഐ വിൽ സേവ് യു. നീന്തൽ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗംഗാനദി അത്രത്തോളം ആഴമുണ്ട് ചില ഭാഗത്തൊക്കെ, ചില ഭാഗത്ത് തീരെ ആഴമില്ല. ഇതിൻ്റെ നടുവിൽ ഒരു ഡെസേർട്ടഡ് ഏരിയ ഉണ്ട് കേട്ടോ ഈ ഗംഗാനദിയുടെ. അവിടേക്ക് ഞങ്ങൾ ബോട്ട് പോയപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ നമുക്ക് ഒരുപാട് ഒട്ടകങ്ങളെ ആൾക്കാർ സവാരി നടത്തുന്ന കാണാൻ പറ്റും. ഈ ഒരു കാഴ്ച നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ, ആ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു എൻട്രൻസ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു അടിപൊളി ഘാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ശവങ്ങൾ ഇങ്ങനെ ദയിപ്പിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾ ആ കാഴ്ച കാണില്ലേ. അപ്പം ഈ ഒരു സമയത്തുള്ള ബോട്ട് യാത്ര ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും നല്ല ഫീലാണ്. അപ്പോൾ നമ്മൾ ആ യാത്ര കഴിഞ്ഞ് അസീഘട്ടിലെത്തി. അവിടുത്തെ ആരതി, അത് നമ്മൾ നേരത്തെ കണ്ട ഗംഗാരതിയാണ് വാരാണസിയിലെ ഏറ്റവും വലിയ ആരതി. നേരെ പക്ഷേ അത് കഴിഞ്ഞാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 മണിക്ക് നടക്കുന്ന ഈ അസീഘട്ടിലെ ആരതിയാണ്. ഇവിടെ പക്ഷേ നമുക്കൊരിക്കലും അത്രത്തോളം വലിയൊരു ക്രൗഡിനെ കാണാൻ കഴിയില്ല. പക്ഷെ അവരൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആട്ടോ. ലൈക്ക് അവർ ശരിക്കും ആ പ്രാർത്ഥനയിൽ മുഴുകി. ലൈക്ക് ഓരോ മതക്കാർക്കും ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ലൈക്ക് എപ്പോഴും നമ്മൾ എന്താ ചോദിക്കുക, പ്രാർത്ഥനയോട് നമുക്ക് എന്താ കിട്ടുക? ഒരു ഫീൽ ഗുഡ്, പീസ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇത് വാരാണസി വീഡിയോയുടെ എൻഡിങ് ആണ്. നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്ത് എവിടെയും പോയിക്കോളി, പക്ഷേ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാരാണസി ഒന്ന് വരണം. ഈ സിറ്റി നിങ്ങൾ കാണണം. നിങ്ങളിവിടെ അധികം ദിവസം സ്പെൻഡ് ചെയ്യുമെന്ന് ഞാൻ പറയില്ല, 2-3 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുക. ഈ സിറ്റിയുടെ ഫീൽ അറിയാം. ഈ സിറ്റിക്ക് നിങ്ങളോട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. നമ്മളെ ലൈഫിൽ നമ്മളെ പല സിറ്റുവേഷനിലും പല ലെവലിലും നമ്മളെ ഹോണ്ട് ചെയ്താലും ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ എല്ലാം ലൈറ്റാവും.